നിങ്ങളുടെ സമയം എങ്ങോട്ടാണ് പോകുന്നത്? ക്ലയൻസിനെ നോക്കുന്നു, പേഷ്യൻസിനെ കാണുന്നു, റൗണ്ട്സ് എടുക്കുന്നു, നോട്ട്സുകൾ എഴുതുന്നു, റെക്കോർഡ് വർക്കുകൾ ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്നു, ഹസ്ബൻഡിനെ നോക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാം ഓർഗനൈസ് ചെയ്യുന്നു. നിങ്ങളുടെ ഭൂരിഭാഗം സമയം എന്താണ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? ഒരു ആയുർവേദ ഡോക്ടറായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊന്ന് നോക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നാളത്തേക്കുള്ള ഔട്ട്പുട്ട് തരുന്നുണ്ടോ? ഈ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. അതല്ല, ഈ ഔട്ട്പുട്ടൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഒന്നും ഞാൻ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുകയാണ്, നിങ്ങൾ ഫോക്കസ്ഡ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ഈ ടാസ്കിങ് ചെയ്യുന്തോറും മൈൻഡ് ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. ഒരാൾക്കും ഉപകാരമില്ലാതാവും. ഫാമിലിക്ക് ബെനിഫിറ്റ് ഇല്ല, സുഹൃത്തുക്കൾക്കില്ല. പക്ഷെ നമുക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ടും പഠിച്ച് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വലിയൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും.